നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും ചോദിക്കാറുണ്ട് പ്ലസ് ടുക്കാർക്ക് ഒഴിവുണ്ടോ. അപ്പോൾ നമ്മളിന്ന് പ്ലസ് ടു യോഗ്യതയുള്ള ആളുകൾക്ക്, പ്ലസ് ടു ഡിപ്ലോമയ്ക്ക് യോഗ്യതയുള്ള ആളുകൾക്ക് ഒരു ടെക്നോ പാർക്കിലേക്ക് വന്നുള്ള ഒരു ഒഴിവാണ് നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒഴിവ് എന്ന് പറയുന്നത് ടെലിസെയിൽസ് എക്സിക്യൂട്ടീവാണ്, അർജൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്ന 24 ജൂലൈ ആണ്. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇതിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ജസ്റ്റ് നിങ്ങൾ CV അയച്ചാൽ മാത്രം മതി. 10-ാം തീയതിയാണ് ഈ ജോബ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണ് ജോബിൻ്റെ എന്താ വെച്ചാൽ, സീക്കിംഗ് മോട്ടിവേറ്റഡ് ആൻഡ് റിസൾട്ട് ഡ്രൈവൺ ടെലി സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ജോയിൻ അവർ ഡൈനാമിക് സെയിൽസ് ടീമിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സെയിൽസ് എക്സിക്യൂട്ടീവ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഔട്ട് ബൗണ്ട് കാൾ ആൻഡ് പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലായ കസ്റ്റമേഴ്സിന് കോൾ ചെയ്യുക, അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടത്. പിന്നെ ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഒരു ടെലി സെയിൽസ് എക്സിക്യൂട്ടീവിന് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ്. നമുക്കൊക്കെ കോൾ വരുന്നതാണ് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവുകളുടെ ഇന്ന പ്രൊഡക്റ്റ് വേണോ, ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ജോബിനെ ആയിരിക്കും ഇതും ഉള്ളത്. ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു +2 ആണ് ഇതിൻ്റെ, പിന്നെ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. പിന്നെ മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ് പ്രിഫേർഡ് പറയുന്നത്. മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾ ഇതിലേക്ക് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കുന്നു ഫോർ സീനിയർ ടെലി സെയിൽസ് ഏജൻറ്റ്, പ്രൂവൺ എക്സ്പീരിയൻസ് ആസ് എ ടെലി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഓർ അതർ സെയിൽസ് കസ്റ്റമർ സർവീസ് റോൾ എന്ന് പറയുന്നുണ്ട്. ഫീൽഡിൽ, അതായത് സെയിൽസ് ഫീൽഡിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സ്കില്ലുകൾ പറയുന്നുണ്ട്. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ജോബിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇംഗ്ലീഷിൽ പിന്നെ ഫ്ലുവൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹിന്ദിയിൽ അറിയുന്ന, തമിഴ്, തെലുങ്ക്, ഈ വേക്കൻസി കന്നഡയൊക്കെ അറിയുന്ന ആളുകൾക്ക് ഇതിലേക്ക് സാധ്യതയുണ്ട്. ഇംഗ്ലീഷിൻ്റെ ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്, ഹിന്ദി ആയിട്ടുണ്ട്, അതിൽ തമിഴ് അറിയുന്ന ആളുകൾക്ക് സാധ്യതയുണ്ട്. തെലുങ്ക്, കന്നഡ ഈ വക കാര്യങ്ങൾ അറിയുന്ന, ഭാഷകൾ അറിയുന്ന ആളുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. സാധ്യതയല്ല, അതായത് ഇംഗ്ലീഷിലേക്ക് 10 പോസ്റ്റും, അതുപോലെ ഹിന്ദി അറിയുന്നവർക്ക് 5 പോസ്റ്റും, തമിഴ് അറിയുന്നവർക്ക് ഒരു 5 പോസ്റ്റ്, അത് ഇങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത്. സാലറി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് സാലറി തന്നെ ആയിരിക്കും, നെഗോഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഹോളിഡേക്ക് സാലറി ലഭിക്കും. പിന്നെ കോമ്പറ്റീറ്റീവ് സാലറി ആൻഡ് കമ്മീഷൻ സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുള്ളത്. കോംപ്രഹെൻസീവ് ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കും എന്ന് പറയുന്നത്. പെയ്ഡ് ടൈം ഓഫ് ആൻഡ് ഹോളിഡേ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പെയ്ഡ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീവിനുള്ള സാലറി കാര്യങ്ങൾ അതൊക്കെ ലഭിക്കുന്നതാണ്. മന്തിൽ ഇത്ര ലീവ്, പെയ്ഡായിട്ട് ലീവ് കിട്ടും. ഇതാണ് ടെക്നോ പാർക്കിലാണ് നമ്മളെ ജോലി വരുന്നത്. ഫോക്സ് ഡെയിൽ എന്നൊരു കമ്പനിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.